ബിജെപിയുടെ പാർലമെന്റ് മാർച്ചിൽ സംഘർഷഭരിതമായ തലസ്ഥാനം. പാർലമെന്റിന് സമീപമെത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. ഇതിനിടെ സിജെപിയുമായി ജെ.പി. നഡ്ഡ ചർച്ച നടത്തിയെന്ന വാർത്താ കേന്ദ്രം നിഷേധിച്ചു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിനകത്തും സമീപത്തും സുരക്ഷ കർശനമാക്കി. സെൻട്രൽ ഡൽഹിയിലെ ചില പ്രദേശങ്ങളിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ സസ്പെൻഡ് ചെയ്തു. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബാലു, രാവിലെ തൊട്ട് സംഘർഷഭരിതമാണ് തലസ്ഥാനത്തെ ജന്തർ മന്ദറിനും പാർലമെന്റിനും ഇടയ്ക്കുള്ള പ്രദേശങ്ങൾ. അതിപ്പോഴും തുടരുകയാണ്. ഈ ചർച്ച നടന്നു എന്നൊരു വാർത്ത വന്നിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു നീക്കമേ ഉണ്ടായിട്ടില്ല എന്നാണോ? ശ്രീജ, ഈ സംഘർഷം നടന്നു എന്ന് അതിനെ ലഘൂകരിക്കാൻ വേണ്ടി കഴിയില്ല. അക്ഷരാർത്ഥത്തിൽ ഡൽഹിയിലെ ഈ ഏറ്റവും തന്ത്രപ്രധാന മേഖലകളിൽ പ്രദേശങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ ഒരു തെരുവ് യുദ്ധമാണ് നടന്നത് എന്നതാണ് യാഥാർത്ഥ്യം. തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പുരോഗമിച്ചിരുന്നത്. ഇന്നലെ വൈകിട്ട് മുതൽ ഡൽഹിയിലെ ജന്തർ മന്ദിർ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകി എത്തുകയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ഡൽഹി കനത്ത മഴയായിരുന്നു. എന്നിരുന്നാൽ കൂടിയും ആ മഴ അവഗണിച്ചുകൊണ്ട് ഇടത് പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ ഈ ജനതാ പാർട്ടി പ്രവർത്തകരുമൊക്കെ ജന്തർ മന്ദറിലേക്ക് എത്തുകയായിരുന്നു. പോലീസ് അവരെ ജന്തർ മന്ദറിലേക്ക് എത്തുന്നതിനുള്ള അനുമതി നൽകുകയും ചെയ്തിരുന്നു. കാരണം ഈ ജന്തർ മന്ദറിനേക്ക് പുറത്തേക്ക് അവരെ കടത്തിവിടരുത് എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു, എന്നൊരു സ്ട്രാറ്റജി ആയിരുന്നു പോലീസ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് ഇതെല്ലാം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കാരണം ഒരു ചെറിയ വിഭാഗം പ്രവർത്തകർ ഈ ഡൽഹിയിലെ റെയ്സീന റോഡിന് സമീപത്തൂടെ പോലീസ് ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഈ പാർലമെന്റിലേക്ക് ഇരച്ചു കയറുന്ന അല്ലെങ്കിൽ പാർലമെന്റിന് സമീപത്തേക്ക് ഓടിക്കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്.